അപ്പോൾ ഇതിലേക്ക് നോക്കുക, ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് ചുവന്നതിന് ശേഷം അടുത്ത മുന്തിരി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് തരുമോ, 1 ലിറ്റർ വെള്ളം, 1 സ്പൂൺ ഉപ്പ്, ടീസ്പൂൺ ഉപ്പ്, 4-5 ഏലക്കായ് ചതച്ചിട്ടിടുക. ഇത് സാവുനരി അഥവാ ചൊവ്വരി. അതൊന്ന് വേട്ടെ. ഇനി നമുക്ക് 2 നേന്ത്രപ്പഴം, അതേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് നുറുക്കി വരിക. അതും തിളക്കട്ടെ, തിളച്ചാൽ മതി. പിന്നെ ഒരു 350 ഗ്രാം പഞ്ചസാര, അത് നമുക്ക് മധുരം അനുസരിച്ചൊക്കെ ഇടാം. ഈ പാത്രം ഫുള്ളായിട്ട് പായസം ഉണ്ടാക്കുന്നത്, അപ്പോൾ മധുരം വേണം. അപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്. അപ്പോൾ പഴം ഏതാണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതാണ് നമ്മളെ നല്ല സ്മൂത്ത്, അത് മുരിഞ്ഞ സേമിയ ഒരു 300 ഗ്രാം, അതിട്ടൊന്ന് വേവിച്ചെടുക്കുക. ബസ് അത് പെട്ടെന്ന് വേവും. നമുക്ക് ഇതിൽ വെക്കേണ്ടത് പാലാണ്. ഒരു പാത്രം ചെമ്പ് ഫുള്ളാക്കിയിട്ട് പാൽ തന്നെ. ഈ വെള്ളം നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ട്, ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നല്ല പാൽ മേടിച്ച് വയ്ക്കുക. അതായത് വല്ലപ്പോഴും കഴിക്കുന്നതല്ലേ. പിന്നെ പ്രവാസിൽ നിന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ, കല്യാണ നിശ്ചയം, സൽക്കാരം, അതൊന്നും നഷ്ടമാണ്. ഒരു ബർത്ത്ഡേക്കൊക്കെ നമ്മൾ കേക്ക് മുറിക്കാൻ പറഞ്ഞാൽ ഇവിടെ ആർക്കും കഴിയില്ല. അപ്പോൾ ഇതേമാതിരി പായസം ഉണ്ട്, എല്ലാവർക്കും എത്തും, മധുരം എല്ലാ ശരീരത്തിനും എത്തും. അപ്പം മടിക്കണ്ട, പെട്ടെന്ന് നമ്മൾ മിൽക്ക് മെയ്ഡ് വെച്ചോടുകൂടി പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് തണുത്തതിന് ശേഷം ഇങ്ങനെ ഉണ്ടാവും. കുറച്ച് ലൂസായി തോന്നും ആദ്യം, പക്ഷേ ഇത് തണുത്ത് കഴിഞ്ഞാൽ കുടിക്കാൻ പരുവത്തിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരു 30 ഗ്ലാസ് പായസം കിട്ടിയിട്ടുണ്ട്. പൈസ ലാഭം നോക്കണ്ട. അപ്പോൾ നമ്മൾ ചാനലൊക്കെ നോക്കിക്കളി പ്ലീസ്.